എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരും. ടെക്നീഷ്യന്മാരെ ആവശ്യമൊന്നും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവില്ല. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കൊണ്ടു നടക്കണം എന്നെങ്കിലേ നമുക്ക് അതിനോടുള്ള ഒരു കൂറും ഒരു കടപ്പാടും ഇതിന് ഒരു സ്നേഹമൊക്കെ ഉണ്ടെങ്കിലേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ടെക്കാനഗ്രിറ്റിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്നലെ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പുതിയ ഷോപ്പ് തുടങ്ങുന്നതിനെക്കുറിച്ചും. ഷോപ്പ് തുടങ്ങുന്നത് എൻ്റെ സുഹൃത്തു ആണ്. കുറേ കാലങ്ങളായിട്ട് പുള്ളിക്കാരൻ ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ റിപ്പയറും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതും പുള്ളിക്കാരൻ തന്നെയാണ്. അപ്പം ഞാൻ സാധാരണ ഇതിൽ ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ ചോദിക്കുന്ന ആളാണ്. അപ്പം ടൂൾസുകൾ, അതായത് അഗ്രി ടൂൾസുകൾ വിപുലീകരിച്ച് ഒന്ന് ഷോപ്പ് പുതുക്കുന്ന ഒരു ഘട്ടത്തിലാണിപ്പോൾ. അപ്പം ബ്രഷ് കട്ടർ മെഷീനിന് കൂടുതൽ മുൻതൂക്കം കൊടുത്തുകൊണ്ട് സാഹചര്യം കണക്കിലാക്കിക്കൊണ്ട് കൂടുതൽ മെഷീൻ ഇറക്കുമതി ചെയ്യുകയും അത് വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് എന്നെ അറിയിച്ചതിനെ തുടർന്ന് അപ്പോൾ ഇങ്ങനെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്കും അത് അങ്ങനെ എത്തിച്ചു കൊടുത്തൂടെ എന്ന ചോദ്യം അങ്ങനെ ഞാൻ ചോദിക്കണ്ടായി. അപ്പം അതിനെന്താണെന്നുള്ള അത് പറയും സമ്മതിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞ നിരക്കിൽ നമുക്ക് ചെയ്തു തരും. പിന്നെ നമ്മുടെ കയ്യിൽ നിലവിലുള്ള മെഷീനറീസ് കംപ്ലയിൻറ്റ് വന്ന് കിടക്കുന്നതും ഇടയ്ക്കിടെ കംപ്ലയിൻ്റ് ആകുന്നതായിട്ടുള്ള മെഷീനിൻ്റെ പാർട്സുകൾ നമുക്ക് അയച്ചു തരികയും കംപ്ലയിൻ്റ് ഉള്ളത് തിരിച്ചിങ്ങോട്ട് അയച്ച് തന്നാൽ അതെല്ലാം ക്ലീൻ ചെയ്ത് ഈ കാർബറേറ്റർ വരെ നമ്മൾ വർക്ക് ഷോപ്പിൽ നിന്ന് ടെക്നീഷ്യന്മാർ ഒഴിവാക്കിയത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മാറ്റാൻ പറഞ്ഞത് വരെ നമ്മൾ കഴിവിൻ്റെ പരമാവധി 99% അത് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ തിരിച്ചയച്ചു തരും. ആ ഒരു കാര്യമാണ് ഇപ്പോൾ ഇന്ന് പറയാൻ കൂടുതലായിട്ട് ഉദ്ദേശിച്ചത്. പിന്നെ 1-2 കാര്യങ്ങൾ പറയാനുള്ളത്. 4 സ്റ്റോക്ക് ഹോണ്ട മെഷീൻ റിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഇതിൻ്റെ റിപ്പയറിങ്ങും അതുപോലെ തന്നെ 2 സ്റ്റോക്ക് മെഷീൻ്റെ റിപ്പയറിങ്ങും ഫുള്ളായിട്ട് ഘട്ടങ്ങളായിട്ട് നിങ്ങൾ വാങ്ങുന്ന പാർട്സ് നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഉള്ളിലുള്ള പാർട്സ് നിങ്ങൾക്ക് തന്നെ ഫിറ്റ് ചെയ്യാനുള്ള ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം വീഡിയോ വരുന്നത് അപ്പോൾ കിട്ടിയിട്ട് നിങ്ങളുടെ കംപ്ലയിൻറ്റുകൾ നിങ്ങൾക്ക് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെ വീഡിയോ കാണുന്നവരുള്ള ഒരു ആത്മാർത്ഥത കാണിക്കുക എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാത്ത ഉദ്ദേശങ്ങളൊന്നും അല്ല. ആ വീഡിയോ ഇടുന്നത് കൊണ്ടോ മറ്റോ ഒന്നും ആ ഷോപ്പിൽ നിന്ന് എനിക്ക് ഒന്നും പ്രത്യേകിച്ചൊന്നും ബെനിഫിറ്റ് ഇല്ല. എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. റിസ്ക് എടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പം കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ പറയാനുള്ളത്. പിന്നെ 4 സ്റ്റോക്ക് മെഷീനിൻ്റെ ചില കംപ്ലയിൻറ്റുകൾ കുറച്ച് ആളുകൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ചൂടാകുന്നതിനെക്കുറിച്ചും ആ ചൂടായാൽ മൈലേജ് കുറയുന്നതിനെ കുറിച്ചും. ചൂടാകുന്നതിന് കാരണങ്ങൾ 2ആണ് ഇപ്പം നോർമൽ കേസിൽ വരുന്നത്. ആ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇത് 4 സ്റ്റോക്ക് ഹോണ്ട മെഷീനാണ്. ഇത് ചോക്കിലിട്ടിട്ട് ഒറ്റ വലിച്ചാൽ തന്നെ സ്റ്റാർട്ടാവുന്നൊരു മെഷീനാണ്. ഇത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഓഫാക്കിയിട്ട് പറയാം. അപ്പം ഈ മെഷീൻ ചൂടാകുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം, ഓയിൽ ഒഴിക്കുമ്പം എല്ലാവരും ലോക്കൽ ഓയിൽ ഒഴിക്കും. അതായത് ഒരു ടൂട്ടി ഓയിൽ, എൻജിൻ ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഓയിൽ ഒഴിക്കും. 4 സ്റ്റോക്ക് എൻജിനിലേക്ക് ഒഴിക്കേണ്ട ഓയിലാണ് 2040. അതല്ലാതെ വേറെ ഒരു ഓയിലും ഇതിൽ ഒഴിക്കാൻ പാടില്ല. അത് ഒഴിച്ചു കഴിഞ്ഞാൽ പിസ്റ്റൺ സിലിണ്ടറും കംപ്ലൈൻ്റ് ആയി പോകും. അതേപോലെ തന്നെ ഇതിൻ്റെ ബെൽറ്റ് വരുന്ന ആ സെക്ഷന് അത് കംപ്ലീറ്റ് ആയി പോകും. അതുകൊണ്ട് ഈ 2040 ഒഴിക്കുന്ന കാര്യത്തിൽ കോംപ്രമൈസിനൊന്നും നിൽക്കരുത്. 2040 തന്നെ ഒഴിക്കണം. അതാണ് നല്ല ഓയിൽ. അത് അല്ലാത്ത ഒരു ഓയിൽ ഒഴിക്കാൻ പാടില്ല. പിന്നെ എൻജിൻ ചൂടാവുന്ന മറ്റൊരു കാരണമാണ് നമ്മൾ ഈ ബെൽറ്റിൻ്റെ ടൈമിങ്ങിന് ചെറിയ മാറ്റം വന്നാൽ എൻജിൻ ചൂടാവും, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് വരും. അത് ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബെൽറ്റിന് ടൈമിങ് വ്യത്യാസം വരും. ഞാൻ അയച്ചൊന്നും കാണിച്ചു തരുന്നില്ല. മുഴുവനായിട്ട് അയക്കുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. നമ്മളെ ഷോപ്പിൽ വെച്ചായിരിക്കും കാണിച്ചു തരുന്നത്, കൂട്ടുകാരൻ്റെ ഷോപ്പിൽ വെച്ചായിരിക്കും കാണിച്ചു തരുന്നത്. അപ്പം ഈ അടുത്ത് ചോദിച്ച ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്ന 2 കേസായിരുന്നു ഇത്. ഇതിന് മുമ്പൊന്നും ഈ കേസ് പറഞ്ഞിട്ടില്ല. പിന്നെയുള്ള ചൂടാനുള്ള കംപ്ലയിൻ്റാണ്. അതായത് ഓയിൽ സീല് ലൂസാകുക, അതിൻ്റെ തൊട്ടടുത്തുള്ള ബയറിങ്, 4 സ്റ്റോക്കിൻ്റെ കാര്യം കേട്ടോ പറയണത്, ബയറിങ് ലൂസായി പോവുക. ബയറിങ്ങിന് അലൈൻമെൻറ്റ് തെറ്റിക്കഴിഞ്ഞാൽ പിസ്റ്റൺ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിൻ്റെ അലൈൻമെൻറ്റ് തെറ്റിയിട്ട് ഒരു സൈഡ് മാത്രം തട്ടിയിട്ട് അത് ചൂടായി പോവും. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് വരും. അപ്പം ഒന്ന് ബയറിങ് പോയത്, രണ്ടാമത്തെ കേസ് 2040 ഒഴിക്കാതെ ഏതെങ്കിലും ലോക്കൽ ഓയിൽ ഒഴിക്കുന്നതാണ് അതിന് കാരണം. പിന്നെ ചൂടാവുന്നതിൽ പ്രത്യേകിച്ച് കാരണങ്ങളായിട്ട് കാണുന്നത്
ഓയിലില്ലാതെ വർക്ക് ചെയ്യുന്ന സമയത്തും ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരും. അപ്പം ഈ ഹോണ്ട ഫോസ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഒറ്റയടിക്ക് സ്റ്റാർട്ടാകുന്നൊരു മെഷീനാണ്. സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് വരുത്തുന്നതൊക്കെ നമ്മൾ ഓയിൽ ഒഴിക്കുന്നതും മെയിൻ്റെനൻസ് കറക്റ്റ് അല്ലാതെ പോകുന്നത് കൊണ്ടുമാണ്. ഒറ്റയടിക്ക് സ്റ്റാർട്ടാക്കാൻ പറ്റുന്ന ഇപ്പം നിലവിലുള്ള മെഷീനുകളിൽ കൂട്ടത്തിൽപ്പെട്ടതാണിത്. അപ്പോൾ എത്ര ഇതിപ്പം എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ കൊണ്ടുപോകുന്നത് 2 സ്റ്റോക്ക് കിസാൻ ഗ്രാഫ്റ്റാണ് ഇപ്പോൾ പണിക്ക് കൊണ്ടുപോകുന്നത്. ഒരു 20 ദിവസത്തോളം ഇത് വെറുതെ കിടന്നതാണ്. ഇപ്പം ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പക്ഷേ കറക്റ്റായിട്ട് സ്റ്റാർട്ടായി. കാരണം ഓയിൽ ഒഴിക്കലും എന്തെങ്കിലും സൗണ്ട് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ എന്താണ് ഏത് പാർട്സാണ് ഡാമേജ് ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനും കൂടി നമുക്ക് കഴിയണം. നമ്മുടെ മെഷീനെ നമ്മുടെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കൊണ്ടു നടക്കണം. എന്നെങ്കിലേ നമുക്ക് അതിനോടുള്ള ഒരു കൂറും ഒരു കടപ്പാടും ഒരു സ്നേഹമൊക്കെ ഉണ്ടെങ്കിലേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും സ്വന്തം മെഷീന് ഉപയോഗിക്കുമ്പം വേറൊരാൾ കൈവിട്ട് കൊടുക്കാതെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഉപയോഗിച്ച് അത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ഇതിന് മുന്നേ പോസ്റ്റ് ഇട്ട ആ വീഡിയോ നമ്മൾ ഒന്ന് സെറ്റാക്കാനുണ്ട്. സെറ്റായി കഴിഞ്ഞാൽ എല്ലാ ഭാഗങ്ങളും റിപ്പയർ ചെയ്യുന്നതും അതുപോലെ തന്നെ പാർട്സുകൾ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ തന്നെയാണ് ചെയ്യുക. നമുക്ക് അയച്ച് തന്ന് മെഷീനിൻ്റെ ഭാഗം ഒന്നായിട്ട് അയച്ചു തന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് തരികയല്ല, നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾക്ക് കാണിക്കേണ്ട നിങ്ങൾക്ക് അയച്ചു തന്നതിൻ്റെ ഭാഗം ആ പാർട്സ് എവിടെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരും. ടെക്നീഷ്യന്മാരെ ആവശ്യമൊന്നും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവില്ല. അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ അതിന് മുന്നേ പറഞ്ഞു. ഇതുവരെ ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടുവരെ ബൈ.